ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്ലാസ്സിന് ബാങ്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കി. നമുക്ക് വീണ്ടും രണ്ടാമത്തെ ക്ലാസ്സായിട്ട് ആ ബാങ്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മുടെ പരീക്ഷയ്ക്ക് റെഗുലറായിട്ട് ഈ ബാങ്കിങ് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മുടെ PSC ലെവലിൽ പറഞ്ഞു. ഉദാഹരണം ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ദാദാ വെയ്നോർജി. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമായ നമ്മളെ ഫസ്റ്റ് തുടക്കത്തിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം, നോക്കിക്കോണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് അതിന് CBI ആണ്. അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് CBI. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? അത് എയർടെല്ലാണ്. എയർടെൽ ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. ഇത് സംവിധാനമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? അത് എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഏതാണ്? അത് ഭാരതീയ മഹിളാ ബാങ്കാണ്. അപ്പോൾ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച ആദ്യ മൊബൈൽ കമ്പനി ഏതാണ്? അത് എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. നമുക്കറിയാം SBIയുടെ ഓർമ്മിക്കണം. SBIയുടെ ആദ്യകാല നാമം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1921. അത് SBI മാറിയത് 1955. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് CBI സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഏതാണ്? അത് ഭാരതീയ മഹിളാ ബാങ്ക്. SBIയുടെ ആദ്യകാല നാമം ഓർമ്മിക്കണം. SBIയുടെ ആദ്യകാല നാമം ഏതാണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആയി മാറിയത് 1955. അടുത്ത ഇന്ത്യയിലാത്തത് സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് UTI ആണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക് എന്നാണ്. അപ്പോൾ ഇന്ത്യയിലാത്തത് സ്വകാര്യ ബാങ്ക് ഏതാണ്? UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അത് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? അത് എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. SBIയുടെ ആദ്യകാല നാമം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1921. അത് SBI ആയി മാറിയത് 1955. ഇന്ത്യയിലാദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് UTI ആണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതിപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക് ആണ്. ഇനി മുഴുവൻ വായ്പകളുടെയും നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. മുഴുവൻ വായ്പകളുടെയും നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന നബാർഡ്. നബാർഡ് രൂപം കൊണ്ടത് 1982. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ശിവരാമൻ കമ്മിറ്റിയാണ്. അപ്പോൾ നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കേരളത്തിലെ ആസ്ഥാനം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണ്, നമുക്ക് ഓർമ്മിക്കണം, ബാക്കർ ജംഗ്ഷനിലാണ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ മൊബൈൽ കമ്പനി ഏതാണ്? എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. ഇതൊരിക്കലും ഡൗട്ട് വരരുത്. ഡൗട്ട് പഠിച്ചാൽ ഇതൊരിക്കലും ആൻസർ എഴുതാൻ പറ്റില്ല, വ്യക്തമായിരിക്കണം. അപ്പോൾ SBIയുടെ ആദ്യകാല നാമം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആയി മാറിയത് 1955. ഇന്ത്യയിലാത്തത് സ്വകാര്യ ബാങ്ക് ഏതാണ്? UTI, ഓർമ്മിക്കണം, UTI. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്. ഇനി മുഴുവൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡ്. നബാർഡ് രൂപം കൊണ്ടത് 1982, ഓർമ്മിക്കണം, 1982 ജൂലൈ 12. നബാർഡ് രൂപം കൊണ്ടത് 1982 ജൂലൈ 12. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? ശിവരാമൻ കമ്മിറ്റിയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞു പോകൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാല ലജ്പത് റായിയുടെ ഡീറ്റെയിൽസ് എടുക്കും പഠിപ്പിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനിയൊക്കെ സ്ഥാപിച്ചത് ലാല ലജ്പത് റായിയാണ്. ലാല ലജ്പത് റായി ആരുടെ ലാത്തിയടി കൊണ്ട് അന്തരിച്ചു? സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലാത്തിയടി കൊണ്ട് അന്തരിച്ച വ്യക്തിയാണ് ലാല ലജ്പത് റായിയാണ്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ചോദിക്കാറുണ്ട്, അതും ലാല ലജ്പത് റായി. ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 2003 ഓർമ്മിക്കണം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 2003 നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞു പോകൽ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്കാണ് SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് സഹായം നൽകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SIDBI ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് CBI എന്നറിയ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? എയർടെൽ, ഓർമ്മിക്കുന്ന എയർടെൽ, അത് രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. SBIയുടെ ആദ്യകാല നാമം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത് 1955. ഇന്ത്യയിലാത്തത് സ്വകാര്യ ബാങ്കാണ് UTI. UTI ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്.
മുഴുവൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഓർമ്മിക്കണം, നബാർഡ്. നബാർഡ് രൂപം കൊണ്ടത് 1982 ജൂലൈ 12. കഴിഞ്ഞ മുമ്പത്തെ കമ്പനി ബോർഡിൽ നമ്മുടെ KSFE KSEB അതിൻ്റെ ആ ലെവലിലുള്ള പരീക്ഷ ചോദ്യമാണ്. നമ്മളുടെ ഈ നബാർഡ് രൂപം കൊണ്ട വർഷവും ഡേറ്റുമാണ് ചോദിച്ചോ, 82 ജൂലൈ 12. ഇത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞു പോകൽ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആരംഭിച്ച ആദ്യ ബാങ്കാണ് അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി ആണ്. ഇനി ആദ്യമായി ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഓർമ്മിക്കണം, ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ബാങ്ക് ഓഫ് ബംഗാളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു, സേവിങ്സ് ബാങ്ക് ആരംഭിച്ച പ്രസിഡൻസി ബാങ്ക്, മുദ്ര കാർഡ് ആരംഭിച്ച കോർപ്പറേഷൻ ബാങ്ക്, ISSR വെച്ച കാനറ ബാങ്ക്. അതുപോലെ ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. ആദ്യമായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബംഗാളാണ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ PSC ഒരു ചോദ്യമുണ്ട്, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാൻ കൊടുത്തിരിക്കുന്ന കാലഹരണപ്പെട്ട ചെക്കെന്ന് ഗാന്ധി എന്തിനാണ് നിക്ഷേപിച്ച? ക്രിപ്സ് മിഷനെയാണ്. അപ്പോൾ അത് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് കോർത്തിണക്കി എടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ബാങ്ക് ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് HDFC ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വാണിജ്യ ബാങ്കാണ് SBI, രണ്ടാമത്തെ ICICI. ഇപ്പം നമ്മൾ പറയുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് അത് HDFC ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വയം പിരിഞ്ഞു പോകൽ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് സംവിധാനം ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആദ്യമായി ചെക്ക് ഇഷ്യൂ ചെയ്ത്, ഒരിക്കലും മറക്കരുത്, ആദ്യമായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് HDFC ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് HDFC. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിൻ്റെ പേര് ലക്ഷ്മിയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിൻ്റെ പേര് ലക്ഷ്മിയാണ്. ഒരു മാർക്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിൻ്റെ പേര് ലക്ഷ്മിയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അറിയാം, നമ്മൾ ആദ്യമായിട്ട് ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ചതും മൊബൈൽ ATM ആരംഭിച്ചതും ഇതൊക്കെ ICICI. അതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വാണിജ്യ ബാങ്ക് ICICI. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്, ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് അതാണ്, അത് ICICI ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ കമ്പനി എന്നറിയപ്പെടുന്ന നമ്മളുടെ ഡോൾഫിൻ എന്നുള്ള മൊബൈൽ കമ്പനിയാണ്. ഇനി നമ്മൾ ഇത് ബാങ്കാണ് ഓർമ്മിക്കേണ്ടത്. ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിൻ്റെ പേരാണ് ICICI ആണ്. വീണ്ടും ഒരിക്കൽ കൂടി ഫസ്റ്റ് പോലെ പറയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത് CBI, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെന്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച ആദ്യ മൊബൈൽ കമ്പനി ഏതാണ്? എയർടെൽ, രാജസ്ഥാൻ. പൂർണ്ണമായി വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാറിയത് 1921. 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് SBI ആയി മാറിയത് 1955. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്. മുഴുവൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഓർമ്മിക്കണം, നബാർഡ്. നബാർഡ് രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? ശിവരാമൻ കമ്മിറ്റി. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. രൂപം കൊണ്ടത് 1982 ജൂലൈ 12. ഇനി ഓർമ്മിക്കേണ്ടത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞുപോകൽ സംവിധാനം ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ ആരംഭിച്ച ബാങ്കാണ് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് കാണുമ്പോൾ അറിയാം, സിഡ്ബി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആദ്യമായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ബാങ്ക് ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഓർമ്മിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് SBI ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട്സ് എന്നറിയപ്പെടുന്നത് ലക്ഷ്മി. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട്സ് എന്നറിയപ്പെടുന്ന ലക്ഷ്മി. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ICICI. അടുത്ത ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ICICI. അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് PSC അടുത്ത കാലത്ത് കണ്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് ഓർമ്മിക്കണം, ഇലക്ട്രോണിക്സ് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ടത് 2013. ഓർമ്മിക്കണം, 2013. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓർമ്മിക്കണം, ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ടത് 2013. മലബാറും നോർത്ത് മലബാറും സൗത്തും കൂടി ചേർന്നാണ് കേരള ഗ്രാമീൺ ബാങ്കായി മാറിയത്. അത് 2013 ഒരുമിച്ചായി. അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇനി നമ്മളെ PSCയുടെ റെഗുലർ ചോദ്യമാണെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ്? കേരളം. നമുക്ക് വേറെ
വലിയ സ്റ്റേറ്റൊക്കെ നമ്മൾ ചിന്തിക്കും. ഉദാഹരണം ഗുജറാത്തോ മഹാരാഷ്ട്രയോ അങ്ങനെയുള്ള സ്റ്റേറ്റ് നമ്മൾ ചിന്തിക്കുക. അവർ ഇന്ത്യയിലെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളം. സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ്? പാലക്കാടാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ്? പാലക്കാട്. ഇത് നമുക്ക് ഡൗട്ട് വരരുത്. അത് ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. നമ്മൾ ആ ഡിജിറ്റലൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി, ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് ആരംഭിച്ച മൊബൈൽ കമ്പനി ഏതാണ്? എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആയി മാറിയത് 1955. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1921. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്ന UTI ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്. മുഴുവൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന നബാർഡ് രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി പ്രകാരം രൂപം കൊണ്ടത് 82 ജൂലൈ 12. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞുപോകൽ സ്കീം ആരംഭിച്ച ബാങ്കാണ് അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകാനായി ആരംഭിച്ച ബാങ്കാണ് സിഡ്ബി. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകാനായി ആരംഭിച്ച ബാങ്കാണ് സിഡ്ബി. ആദ്യമായിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്ന HDFC. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിന്റെ പേര് ലക്ഷ്മി. ഓർമ്മിക്കണം, ബാങ്കിങ് റോബോട്ടിന്റെ പേര് ലക്ഷ്മി. ലോകത്തിലെ ഏറ്റവും റോബോട്ടുകൾ നിർമ്മിക്കുന്ന രാജ്യം ജപ്പാനാണ്. റോബോട്ട് എന്ന വാക്ക് ആരുടെ സംഭാവനയാണ്? കാൾ ചപ്പേക്കാണ്. ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ട് BS ചോദ്യങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI. ഞാനിപ്പോൾ നമ്മൾ ICICIയുടെ 4-5 ചോദ്യങ്ങൾ പറഞ്ഞു. നമ്മളുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ബാങ്കാണ് ICICI. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക്. രൂപം കൊണ്ട് 2013. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം. വർഷം ഓർമ്മിക്കുന്ന 2013. ഇന്ത്യയിലെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ്? കേരളം. അതുപോലെ ബാങ്കിങ് ജില്ല ഏതാണ്? പാലക്കാടാണ്. ഒരിക്കൽ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം, ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കിങ് സ്കീം ആരംഭിച്ച മൊബൈൽ കമ്പനി എയർടെൽ രാജസ്ഥാൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാറുന്നത് 1955. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് UTI, ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആക്സിസ് ബാങ്ക്. മുഴുവൻ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡ്. രൂപം കൊണ്ടത് 1982 ജൂലൈ 12. ഏത് കമ്മിറ്റി? ശിവരാമൻ കമ്മിറ്റി. ആസ്ഥാനം മുംബൈ. അടുത്ത് പറയും, ഇന്ത്യയിൽ ആദ്യമായിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞുപോകൽ സ്കീം ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓർമ്മിക്കണം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫൗണ്ടർ ഞാൻ പറഞ്ഞു ലാല ലജപത് റായ്. ലാല ലജപത് റായ് നമ്മൾ ഇനി ബാലഗംഗാധരത്തിലൊക്കെ വിഭജിതരവാൾ ലാല ലജപത് റായ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ നവോത്ഥാന നായകന്മാർ നമ്മളൊരു ടോപ്പിക്കായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? സിഡ്ബി. ആദ്യമായി ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഓഫ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്നറിയപ്പെടുന്ന HDFC. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിന്റെ പേര് ഓർമ്മിക്കുന്ന ലക്ഷ്മി. ഒരിക്കലും മറക്കരുത്, ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിന്റെ പേര് ലക്ഷ്മി. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI. ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ICICI. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ICICI ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ICICI. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക് പാസ്ബുക്ക് എന്നാലും ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് ആരംഭിച്ച ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ട് 2013. അതിൻ്റെ ആസ്ഥാനം മലപ്പുറം. ഒരിക്കലും മറന്നു വരുന്നത് ആസ്ഥാനം മലപ്പുറം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ്? കേരളം. സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ ഫാക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ കാണുക, റെഗുലറായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.